അവകാശം ആരുടെ കയ്യിലായിട്ട് ഇരിക്കുന്നത്? നിങ്ങളുടെ കയ്യിലാണ്. ഈ ക്ലാസ്സിലെ നിങ്ങളുടെ പ്രതിനിധിയെ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള അവകാശം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഈ ക്ലാസിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കലാണ്. അതുപോലെ ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ പ്രതിനിധിയെ വീതം തെരഞ്ഞെടുക്കും. ആ പ്രതിനിധികൾ ചേർന്നായിരിക്കും നമ്മുടെ സ്കൂളിന്റെ ലീഡറെ ഇന്ന് ഉച്ച കഴിഞ്ഞ് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നടക്കുന്ന ഇലക്ഷൻ എന്താണോ അതിന്റെ എല്ലാ പ്രൊസീജിയറും ഉൾപ്പെടുത്തിയാണ് ഇന്ന് ഈ ഇലക്ഷൻ ഇവിടെ നടക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അതിന് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉണ്ട്, സെക്കൻഡ് പോളിംഗ് ഓഫീസർ ഉണ്ട്, തേർഡ് പോളിംഗ് ഓഫീസർ ഉണ്ട്. ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും പോളിംഗ് ഏജന്റ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ കാൻഡിഡേറ്റ്സിന്റെ ഏജന്റ്സ് ആയിരിക്കും ഇവിടെ ഇരിക്കുക. അപ്പൊ ഈ ക്ലാസ്സിൽ നിന്നല്ലാത്ത ഒരാൾ ഇവിടെ വോട്ട് ചെയ്യാൻ വന്നാൽ ആര് പറഞ്ഞു കൊടുക്കണം? പോളിംഗ് ഏജന്റ്സ് പറയണം ആ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആ കുട്ടി ആ വോട്ട് ചെയ്യാൻ വരുന്ന വ്യക്തി ഈ ക്ലാസ്സിലെ വോട്ടർ അല്ല. വേറെ ക്ലാസ്സിൽ നിന്ന് വോട്ട് ചെയ്യാൻ വരുന്ന വ്യക്തി ഇവിടെ വോട്ട് ചെയ്യുന്ന കാര്യമുണ്ടോ? ആ വ്യക്തി വോട്ട് ചെയ്യുന്നത് എവിടെയായിരിക്കണം? ആ ക്ലാസ്സിലായിരിക്കണം, ആ കുട്ടിയുടെ ക്ലാസ്സിലായിരിക്കണം. അപ്പൊ നിങ്ങൾ ആരൊക്കെയാണ് ഇതൊരു നിയോജക മണ്ഡലമായിട്ട് കരുതുകയാണെങ്കിൽ നിങ്ങളുടെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പോളിംഗ് ഓഫീസിനായി വോട്ടർ പട്ടികയുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്യാൻ വരുമ്പോ പേര് ഉറക്കെ വിളിക്കും. വോട്ട് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ ID കാർഡ് നിർബന്ധമായിട്ട് കാണിച്ചിരിക്കണം. ID കാർഡ് നോക്കി നിങ്ങൾ തന്നെയാണ് വരുന്നതെന്ന് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തും. അതിനുശേഷം സെക്കൻഡ് പോളിംഗ് ഓഫീസർ കൃത്യമായിട്ട് നിങ്ങൾ സൈൻ ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് ഇടത് കൈയുടെ ചൂണ്ടുവിരലിൽ മഷി തൂത്തു തരും. തേർഡ് പോളിംഗ് ഓഫീസർ നിങ്ങൾക്ക് ബാലറ്റ് പേപ്പർ തരും. ബാലറ്റ് പേപ്പർ നിങ്ങൾ വാങ്ങിയതിനു ശേഷം നിങ്ങളുടെ കയ്യിലെ പേര് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം. തേർഡ് പോളിംഗ് ഓഫീസർ മടക്കി തന്നിരിക്കുന്ന അതേ രീതിയിൽ തന്നെ കൃത്യമായിട്ട് ബാലറ്റ് പെട്ടി പ്രിസൈഡിംഗ് ഓഫീസറുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. ബാലറ്റ് പെട്ടി നിക്ഷേപിക്കും. നിങ്ങൾ പുറത്തേക്ക് പോകും. അപ്പോ ഇലക്ഷന്റെ സുഗമമായ നടത്തിപ്പിന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഫ്രണ്ടിൽ ഉണ്ടാകും. യാതൊരു തരത്തിലുള്ള മാൽ പ്രാക്ടീസസും ഇലക്ഷനിൽ നമ്മൾ അനുവദിക്കുന്നതല്ല. അപ്പൊ നമ്മുടെ ഇലക്ഷൻ ആരംഭിക്കുകയാണ്. നല്ല മികച്ച കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെന്ന് ആശംസിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങളൊരു പൗരനായി മാറിക്കഴിയുമ്പോൾ യഥാർത്ഥ ഇലക്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള ആശംസയോടെ നിർത്തുന്നു. അപ്പോൾ നല്ലൊരു ഇലക്ഷൻ നിങ്ങൾക്ക്